ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് വന്നിട്ട് നിങ്ങൾ കഴിഞ്ഞ വ്ളോഗിൽ കണ്ടതുപോലെ ഞാൻ ഇൻറ്റേൺഷിപ്പ് ആയിട്ട് ഹൊസൂർ എന്ന് പറയുന്നൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അന്നത്തെ ഡേ സംഭവിച്ച ബാക്കി കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വ്ളോഗിൽ ഞാൻ കാണിക്കുന്നത്. സോ നമ്മൾ ആദ്യം തന്നെ അവിടെ എത്തിയിട്ട് ഫുഡ് കഴിക്കാനാണ് പോയത്. അപ്പം അടുത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് മീൻസ് നമ്മുടെ പി ജിയിൽ നിന്ന് ഒരു 5 മിനിറ്റ് നടന്ന ഈ ഒരു ഹോട്ടലെത്തും. അങ്ങനെ അവിടെ ചെന്നിട്ട് കുറേ കടകളിങ്ങനെ ഉണ്ട്. നമ്മളിങ്ങനെ കാണുമ്പോൾ കുറച്ച് വൃത്തിയുള്ളൊരു കടയിൽ കയറി. അങ്ങനെ അവിടെ ചെന്നിട്ട് രാവിലെ ഇങ്ങനെ വന്നുകൊണ്ട് അങ്ങനെ അധികം ഫുഡൊന്നും എനിക്ക് കഴിക്കാൻ തോന്നിയില്ല. അങ്ങനെ ഞാനൊരു വടയും ചമ്മന്തി അതൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ ചെന്നിട്ട് ചായയാണ് മെയിനായിട്ട് ചോദിച്ചത്. അപ്പോൾ അവരിങ്ങനെ പുച്ഛിക്കുകയായിരുന്നു, ഇങ്ങനത്തെ കടയിൽ പോയി ഇങ്ങനെ ചായ കിട്ടാറില്ല, വെള്ളം മാത്രമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ്. അവിടെ കഴിക്കാൻ വേണ്ടി മാത്രമാണ്, പിന്നെ പുറത്ത് വേറെ ചായക്കടയിൽ പോയാൽ ചായ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ്. അങ്ങനെ പുറത്തിറങ്ങി ഒരു ചായക്കട കണ്ടായിരുന്നു. അവിടെ ചെന്ന് ചായയും കുടിച്ച്, പിന്നെ ഇവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലി അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കൊണ്ടാക്കാനായിട്ട്. പിന്നെ കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അക്ഷയ വിമൻസ് ഹോസ്റ്റൽ അവിടെയാണ് നിൽക്കുന്നത്. അങ്ങനെ കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും അങ്ങനെ ഫീസൊക്കെ അന്ന് തന്നെ അടയ്ക്കേണ്ടിണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് നമ്മുടെ പെട്ടികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് സെറ്റാക്കാൻ പോവുകയാണ്. വീട് അത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. വണക്കം, തുടങ്ങാം ഗൈസ്. നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു വർഷത്തേക്ക് വന്നതുപോലെയുണ്ട്. നമ്മളെല്ലാ സാധനവും കൊണ്ടുവന്നിട്ടുണ്ട്. പയറ്, ഓട്സ്, കടല എല്ലാം സെറ്റാണ്. ഫ്രൈയിങ് പാൻ ഗൈസ്. നമ്മുടെ പാല് കാച്ചാണ്, ചിക്കൻ വെച്ചിട്ട്. ഹലോ. സോ എന്താണ് ഇവിടെ വീടൊക്കെ ഇപ്പോൾ ഒന്ന് സെറ്റാക്കി. നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് ഉറങ്ങി. ഭയങ്കര ക്ഷീണമുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വിചാരിച്ച് എണീക്കൂലായിരിക്കുന്നു. ഇനി കുറച്ച് പർച്ചേസിന് കുറച്ച്, അതായത് ഇങ്ങനെ സ്ക്രബ്ബർ, പാത്രം കഴുകണില്ലേ, അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, ഒരു 5 താഴെ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്. ഇവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടെന്ന് മാപ്പ് നോക്കിയപ്പോൾ കണ്ടുപിടിച്ച്. പിന്നെ അങ്ങോട്ട് പോയി അത്രയും സാധനങ്ങളും കൂടെ പർച്ചേസ് ചെയ്തിട്ട് രാത്രിയത്തെ ഫുഡ്, ഇപ്പോൾ നമ്മൾ തന്നെ ഫുഡ് കുക്ക് ചെയ്യണ്ടേ, അപ്പോൾ അതൊക്കെ സെറ്റാക്കിയിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതാണ് ഇനി ഉള്ള പ്ലാൻ എന്ന് പറയണത്. ഇവിടെ കൊള്ളാം, അടിപൊളിയാണ്. ഞാൻ വന്നിട്ട് ഇവിടെ എങ്ങനെയൊക്കെയാണെന്ന് കാണിച്ചു തരാം. നല്ല രസമുണ്ട്. ഇത് കുക്ക് ചെയ്യണതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതെല്ലാവരും കൂടെ ഫസ്റ്റ് ഡേ ആകുമ്പോഴേക്കും നമ്മൾ ഭയങ്കര ഉത്സാഹമായിരിക്കും. പിന്നെ അങ്ങോട്ട് കുക്ക് ചെയ്യുമോ, അതാണ് സീൻ. ഞാൻ ഖാദറിനെ കാണിച്ചു തരാം. ഇതാണ് നെഹദയുടെ ഖാദർ. അപ്പം എല്ലാവരും റെഡി ആവുകയാണ്. ഞാൻ ഡ്രസ്സൊന്നും ചേഞ്ച് ആക്കിയിട്ടില്ല. ഞാൻ മാത്രമല്ല, ആരും ചേഞ്ച് ആക്കിയിട്ടില്ല. എല്ലാവരും ആ ഡ്രസ്സോടെ കിടന്നുറങ്ങിയായിരുന്നു. ഇനി വന്നിട്ട് വേണം സെറ്റാക്കാനായിട്ട്. പിന്നെ ഇവിടെ വെള്ളത്തിന് കുറച്ച് പ്രശ്നമുണ്ട്. അത് പിന്നെ നമ്മളെ നാട്ടിലെ പോലെ ആവില്ലല്ലോ ഇവിടുത്തെ വെള്ളം. അങ്ങനെ ചെറിയ സീൻ. ബാക്കിയൊക്കെ ഓക്കെയാണ്. വന്നിട്ട് കാണിച്ചു തരാം. വീട്ടിൻ്റെ അകത്ത് നല്ല സ്പേഷ്യസ് ആണ്. നമ്മൾ 5 പേരാണ് ഈ ഒരു പി ജിയിലുള്ളത്, മീൻസ് ഈ ഒരു വീട്ടിലുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വീട്. അപ്പോൾ നമുക്ക് പോയി വന്ന് ഹോം ടൂർ. അപ്പം നമ്മളിതാ സൂപ്പർ മാർക്കറ്റ്, പേര് പുഷ്പ പാണ്ഡ്യർ, അവിടോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് കുറച്ച് ടൈം എടുക്കുള്ളൂ പോകാനായിട്ട്. നമ്മളെല്ലാം എന്താ ഈ കോലത്തിലാണുള്ളത്. സൈക്കോ നെഹദ ചിച്ചിന. ഇത് സൺലൈറ്റിൽ നല്ല ഗ്ലോയിങ് ആണ്. ഇവിടെ നോക്ക്. ഇവിടെ കുറച്ച് ബിസിനസ് ഇവിടെ ട്രയൽ ചെയ്യണുണ്ട്. നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ഇപ്പോൾ നടന്നു നോക്കും. ശരിയാണെങ്കിൽ ഫോളോ ചെയ്യും. ശരിയായാ? ശരിയായി. പോവാ. കണ്ട്
അങ്ങനെ നമ്മളുടെ എത്തി. ഞാൻ നോക്കിയുണ്ടല്ലോ ഇത് പകുതി അധികം തിരി ഞങ്ങൾ അപ്പുറം കൊണ്ടുവച്ചു. നമ്മളുടെ എത്തി കേട്ടോ. ഇതാണ് പുഷ്പ പാണ്ഡിയൻ സ്റ്റോർ. സോ നമ്മുടെ ഏകദേശം പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പൈസ പൊട്ടണ വഴിയാണ് ഇറങ്ങിടാത്തത്. പർച്ചേസിന് നമ്മളിപ്പോൾ ഒരു മാർക്കറ്റ് കണ്ടുപിടിച്ച് ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ചിക്കൻ കിട്ടുന്ന സ്ഥലം നോക്കി നടക്കുകയാണ്. അങ്ങനെ കിട്ടി, അതും കിട്ടി, എല്ലാം ഉണ്ട് ഇവിടെ. ചിക്കൻ കട 4 എഗ് ഫ്രീ. അങ്ങനെ അവസാനം ഒരു അമ്പലം എത്തി. പേരൊന്നും വായിക്കാൻ അറിയാത്തതുകൊണ്ട് പേരറിഞ്ഞൂടാ. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞി ക്യൂട്ട് എസ്തെറ്റിക് വീട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗേറ്റ്. തുറക്കുക. വെൽക്കം. ആദ്യക്കല്ലേ ലൈറ്റ് ഇട്ടോ. ഒരു സിറ്റ് ഔട്ട് ഉണ്ട്. ഓക്കെ, അപ്പം വലിയൊരു ഹാളാണുള്ളത്. 1 2 3 4 5. ഭയങ്കര സ്പേഷ്യസ് ആണ്. പിന്നെ ഒരു ഡൈനിങ് ടേബിൾ സെറ്റപ്പ്. പിന്നെ ഇതാ ഒരു പൂജാ റൂമുണ്ട്. അവിടെ പഴയ സാധനങ്ങളൊക്കെ വെച്ച് കൂട്ടിയിരിക്കുകയാണ്. പിന്നെ ഇതെന്താണെന്ന് അറിഞ്ഞൂടാ. ഇത് പഴയ TV-യുടെ സ്റ്റാൻഡാണെന്നാണ് ഇവിടെ എല്ലാവരും പറയണത്. എന്താണെന്ന് അറിയാൻ പാടില്ല. ഇതാണ് നമ്മുടെ കിച്ചൺ. ഇതാണ് നമ്മുടെ കിച്ചൺ. നോക്ക്, ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ്. എല്ലാം സെറ്റപ്പാണ്. പിന്നെ ഇതാ ഫ്രിഡ്ജുണ്ട്. അധിക സാധനങ്ങളൊന്നും ഇല്ല. അങ്ങനെ സാധനങ്ങളൊന്നും ഇല്ല നമുക്ക്. പിന്നെ ഇതാ മേലോട്ടുണ്ട്. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. പിന്നെ ഇതാ വാഷ്റൂം. അത് കാണിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. പിന്നെ കബോർഡിൻ്റെ കാര്യം എടുത്ത് പറയണം. നല്ല വിശാലമായിട്ടുള്ള കബോർഡ്. സോ ഇതാണ് നമ്മുടെ റൂമല്ല, മൊത്തത്തിലുള്ള ഹോം ടൂറ്. അടിപൊളി, കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മളൊന്ന് കുളിച്ച് ഫ്രഷ് ആവാൻ പോവുകയാണ്. ഇതുവരെ കുളിച്ചില്ല. ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഇപ്പോൾ 24 മണിക്കൂറായി. ഇന്നലെ ഇട്ട ഡ്രസ്സാണ്. അതൊക്കെ ഒന്ന് കുളിച്ചൊന്ന് ഫ്രഷ് ആവട്ട്. അത് കഴിഞ്ഞിട്ട് രാത്രി കഴിക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. ചൂട് കൊടുക്കണം. അപ്പം കുളിച്ച് ഫ്രഷായി. ഞാൻ എന്താ ടെറസിൽ നല്ല വൈബായിരിക്കും എന്ന് പറഞ്ഞിട്ട്, അതായത് ഇവിടെ മാത്രമേ റേഞ്ച് കിട്ടുന്നുള്ളൂ. അപ്പം ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ച് നല്ല വൈബായിരിക്കും. വൈബുണ്ട്, നല്ല തണുപ്പുണ്ട്, എല്ലാം അടിപൊളിയാണ്. പക്ഷേ നല്ല കൊതുക് കടിയുണ്ട്. ഇവിടെ ഇരിക്കാൻ പറ്റണില്ല, അത്രയ്ക്ക് കൊതുക് കടിക്കണുണ്ട്. ഞാൻ വീഡിയോ അപ്ലോഡാക്കാൻ ഇങ്ങോട്ട് വന്നതാണ്. പിന്നെ വീഡിയോ അപ്ലോഡായി. ചെരുപ്പ് ഇവിടെ. ഇനി നമുക്ക് താഴോട്ട് പോവാം. ഇവിടെ പക്ഷെ അടിപൊളിയാണ്. പക്ഷെ കൊതുകാണ് സഹിക്കാൻ പറ്റാത്ത. കുറച്ച് കഴിയുമ്പോൾ കൊതുക് പോകുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തോ അങ്ങനെ പോവോ?
കുറച്ച് കഴിഞ്ഞ് ടെറസിലോട്ട് വരാം. ബാക്കി എല്ലാവരും താഴെ ഇരിക്കുകയാണ്. എനിക്കിവിടെ മാത്രമേ റേഞ്ച് കിട്ടണുള്ളൂ. സീന് അപ്പോൾ കുഴിക്കകത്ത് കിടന്നേനെ. അയ്യോ, ഇവിടെ മാത്രമേ റേഞ്ച് കിട്ടണുള്ളൂ. അതാണ് ഇങ്ങോട്ട് വന്നത്. നമുക്ക് താഴോട്ട് പോവാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുകയാണ്. ഒരു 5 മുട്ട ഒരുമിച്ചിട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, ഈസിക്ക് വേണ്ടിയിട്ട്. അതൊരു ടിപ്പാണ്. ഇവിടെ നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത്? ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള. ഇത് നടു കുടിച്ചാലെന്നപ്പോ തന്നെ അതായിരിക്കും നല്ലത്. 5 ആക്കണ്ടിട്ടില്ലേ? അങ്ങനെ സൈക്കോ നമുക്ക് വേണ്ടിയിട്ട് ഫ്രഷ് ലെമൺ ജ്യൂസ് ഉണ്ടാക്കി തരയാണ്. ലെമണേഡ്. ലെമണേഡ് പിഴിഞ്ഞോ? നന്നായിട്ട് പിഴിഞ്ഞോ? ജോലി പഠിപ്പിക്കട്ടെ. ഒന്നും അറിഞ്ഞൂടാ, എല്ലാം പറഞ്ഞു കൊടുക്കാൻ ആള് വേണം. അതെ 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 അതെ. സ്റ്റെഫ് ഉള്ളത് കൊണ്ട് നമ്മൾ ജീവിച്ചു പോകണം. സോ ഗൈസ്, അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം സെറ്റായിരുന്നു, അടിപൊളിയായിരുന്നു. ഇന്ന് പാചകം ചെയ്ത പോലെ എന്നും കണ്ടാൽ മതി അല്ലേ ഹിബ? അങ്ങനെ അടിപൊളി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പിന്നെയും ടെറസിൻ്റെ മണ്ടയിൽ വന്ന് ഹെൽത്തി ഡയറ്റ് ആയിരുന്നു ഇന്ന്. എന്തൊക്കെയോ വലിച്ചു വാരി കഴിച്ച് കണ്ടതൊക്കെ. ഇനി നമ്മൾ കുറച്ച് നേരം ടെറസിലിരുന്നിട്ട് ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. നല്ല ടയേർഡാണ്. ഇന്നലെ യാത്രാക്ഷീണം ഇതുവരെ തീർന്നിട്ടില്ല. അപ്പം അതൊക്കെ തന്നെ ഇനി നാളത്തെ വ്ളോഗിൽ കാണാം. ഇതുവരെ ബൈ.